ഓഡിറ്റിംഗ് എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. ഓൾറൈറ്റ്, ഓഡിറ്റ് അഷുറൻസ് എപ്പോഴും ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നില്ല. പണ്ടൊക്കെ കുറച്ചും കൂടി ലിബറൽ ആയിരുന്നു. ഓക്കെ, സോ ഇത് മുതലെടുത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടല്ലേ അല്ലെ? ഫസ്റ്റ് ഇൻട്രൊഡക്ടറി ക്ലാസ് കണ്ടല്ലേ? അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ പോലെയാണ് ഞാൻ എടുക്കട്ടോ. ഹമീദ് പറ്റുവാണെങ്കിൽ അൺമ്യൂട്ട് ആക്കിക്കോ. ആകെ രണ്ടാളല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാ. Recording in progress. നിങ്ങള് പിന്നെ അൺമ്യൂട്ട് ആക്കിയിട്ട് സംസാരിക്കാണ്ടെന്നാ എനിക്ക് വേറൊരു ഫോണില് ചാറ്റ് ബോക്സ് ഓൺ ആക്കരുത്. അതുകൊണ്ടാണ് അൺമ്യൂട്ട് ആക്കിയിട്ട് സംസാരിച്ചതെന്ന് അറിയുന്നത് കേട്ടോ. രണ്ടാളല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കുള്ള എല്ലാ പൊട്ടൻ ഡൗട്ടുകളും ചോദിച്ചാൽ ഐ ഹാവ് നോ ഇഷ്യൂസ് വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ അതില് AA, അതായത് ഓഡിറ്റ് അഷുറൻസ് എന്നുള്ള സാധനം ഏറ്റവും സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സ്കാൻഡലാണ് എൻറോൺ സ്കാൻഡൽ. ഓക്കെ, എൻറോൺ സ്കാൻഡല് കാരണമാണ് AA ഒരുപാട് മോഡിഫിക്കേഷൻസും കുറച്ച് റിജിഡിറ്റിയും ഒക്കെ വന്നത്. ഓക്കെ, അപ്പൊ എൻറോൺ എന്ന് പറയുന്നത് പണ്ടൊക്കെ ബിഗ് 4 ഒരു കമ്പനി ആയിരുന്നു. ഓക്കെ, പണ്ട് അത്രയും വലിയ ഒരു ലാർജസ്റ്റ് പൊസിഷനിലുള്ള ഒരു കമ്പനി ആയിരുന്നു എൻറോൺ എന്ന് പറയുന്ന ഒരു കമ്പനി. ഓക്കെ, നാച്ചുറൽ ഗ്യാസും ഇലക്ട്രിസിറ്റിയുടെയും ഏറ്റവും വലിയ സപ്ലയർ ആയിരുന്നു എൻറോൺ. ഓക്കെ, പക്ഷേ ഓവർ ദ ടൈം എൻറോണിൽ എന്ത് സംഭവിച്ചു? അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ FSലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു? ഇൻഫ്ലേറ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അതേപോലെ പ്രോക്സി എന്ന് വെച്ചാൽ ഡമ്മി അക്കൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ അല്ലേ? പിന്നെ ഇവര് അപ്രോച്ച് ചെയ്തത്, പിന്നെ അതിനു മുന്നേ ഓർഗനൈസേഷണൽ കൾച്ചർ തന്നെ ഒട്ടാകെ ടോക്സിക് ആവാൻ തുടങ്ങി. ഓക്കെ, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് മാർക്കറ്റ് ടു മാർക്കറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് ടു മാർക്കറ്റ് ആസ് ഇൻ എല്ലാ വാല്യൂസും മാർക്കറ്റ് അപ്രോച്ചിൽ വെക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇവിടെ ഇവർ എന്ത് ചെയ്തു? സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റീസ്, നിങ്ങൾ SBR പഠിക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. ഈ സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കും. ഇവിടെ നിങ്ങൾക്ക് അത്രയും ഇൻഡെപ്ത് നോളജ് ഒന്നും വേണ്ട, ജസ്റ്റ് അറിയേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി കൊണ്ട് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളെ കമ്പനിയുടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു സീരീസ് കാണുമ്പോൾ സ്പിൻ ഓഫ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ ഒരു സംഭവമാണ് SPE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇവരെന്ത് ചെയ്തു? SPEയിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് വേണ്ടുന്ന എമൗണ്ട്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതിന്റെ എമൗണ്ട്സ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ അത്രയും വലിയ എമൗണ്ട്സ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, ഇത് നിങ്ങൾക്ക് വെറും നോ ഹൗ നോളജ് മാത്രമേ, ഇത് എക്സാമിന് ടെസ്റ്റ് ചെയ്യില്ല. പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് ബേസ് അറിയണമല്ലോ ഇത് എവിടുന്നാണ് ആക്ച്വലി തുടങ്ങുന്നതെന്നുള്ളത്. അതുകൊണ്ട് ജസ്റ്റ് പറയുന്നതാണ്. എല്ലാ AA കുട്ടികൾക്കും പഠിച്ചിരിക്കുന്ന ഒരു സ്കാൻഡിലാണ് എൻറോൺ സ്കാൻഡിൽ. വേറൊരു സ്കാൻഡിലും കൂടി ഉണ്ട്, അത് നെക്സ്റ്റ് ലെസണിൽ പഠിക്കും. ഓക്കെ, സ്കാൻഡിൽ തന്നെയാണ്. സ്കാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. ഇതിന്റെ പേരില് ഇനി അഥവാ നിങ്ങൾക്ക് ഇതും പോരെങ്കിൽ എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലാണ് തോന്നുന്നു എൻറോണിന്റെ ഒരു സീരീസ് തന്നെ ഉണ്ട്, ഇവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്തു വെച്ചെന്നുള്ളത്. പറ്റുവാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനെ പറ്റിയിട്ട് എന്ത് ചെയ്തു? ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പോവാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓഡിറ്റേഴ്സ് പൊട്ടന്മാരല്ല. ACCA പഠിച്ച് ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തല്ല, പൊട്ടന്മാരല്ല. അപ്പൊ അറ്റ് എ പോയിന്റ് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ കമ്പനിയിൽ എന്തോ നടക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം അത്രയും വലിയ എമൗണ്ടിലാണ്, ഹ്യൂജ് എമൗണ്ട്സിലാണ് മാനിപ്പുലേഷൻ നടക്കുന്നത് അല്ലെ? അപ്പം ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഓഡിറ്റ് ചെയ്ത കമ്പനി, അതായത് ആർത്തർ ആൻഡർസൺ എന്ത് ചെയ്തു? ഈ ഒരു കമ്പനി എന്ത് ചെയ്തു? ഇവിടെ ആർത്തർ ആൻഡർസൺ ആണ് ഏറ്റവും വലിയ ഓഡിറ്റ് ഫേം. ഓക്കെ, എൻറോൺ അല്ലേ? എൻറോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു, ലാർജസ്റ്റ് സപ്ലയർ ഓഫ് നാച്ചുറൽ ഗ്യാസ് അതുപോലെയുള്ള കമ്പനി ആയിരുന്നു. ആർത്തർ ആൻഡർസൺ ആയിരുന്നു ബിഗ് 4 ഓഡിറ്റേഴ്സിലെ ഒരു കമ്പനി ആയിട്ട് ഉണ്ടായത്. ബിഗ് 5 എന്നായിരുന്നു പണ്ട് പറയാറുള്ളത്. അതിലൊരാളാണെന്ത്? ആർത്തർ ആൻഡർസൺ എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, അപ്പൊ ഈ കമ്പനിയാണ് അന്നേരം ഈ ഒരു എൻറോണിന്റെ ഓഡിറ്റിംഗ് ഏറ്റെടുത്തത് അല്ലേ? അപ്പം സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു കമ്പനിക്ക് ഇത്രയും വലിയൊരു മാനിപ്പുലേഷൻ പിടിക്കാൻ പറ്റാണ്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? എന്തോ ഒരു ദുരൂഹത ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പോവാൻ തുടങ്ങി. അപ്പൊ അതിനുശേഷമാണ് അറിഞ്ഞത് എന്താണ്?
ഈ ഒരു ഓഡിറ്റ് ഫേം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ഈ മാനിപ്പുലേഷൻ ഒക്കെ നോഡ് കൊടുത്തിട്ടുണ്ട് ആസ് എൻ കണ്ടുപിടിച്ചിട്ടും വാർണിംഗ്സ് ഒന്നും കൊടുത്തില്ല. അണ്ടർസ്റ്റുഡ്? രണ്ടാളും ഉറങ്ങല്ലേ? ചോറ് വെച്ചോടെ ഉറങ്ങല്ലേ? ഉറങ്ങുന്നില്ലല്ലോ? ഹമീസ് അവിടെ ഇല്ലേ? ആ ഓക്കെ. അപ്പൊ ഇത് കണ്ടുപിടിച്ച് എന്താണ് കണ്ടുപിടിച്ചത്? ഈ ഓഡിറ്റ് ഫേമും കൂടി എന്താണ് ഇതിൽ ഇൻവോൾവ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. അതായത് എൻറോണിന്റെ എല്ലാ കള്ളക്കളിയിലും ആര് ഇൻവോൾവ് ആയിരുന്നു? ആർത്തർ ആൻഡർസൺ ഇൻവോൾവ് ആയിരുന്നു. ഓക്കെ. അങ്ങനെ ബിഗ് ഫൈവിൽ ഉണ്ടായ ആർത്തർ ആൻഡർസൺ ഫുൾ ഇടിഞ്ഞ് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? അവരെ ഔട്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ബിഗ് ഫോർ എന്നുള്ള ലെവലില് നമ്മള് വലിയ 4 കമ്പനീസിനെ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇതിന്റെ ഇടക്ക് ഇവിടെ ഒരു സൂയിസൈഡ് ഒക്കെ ഉണ്ടായിരുന്നു ഇവയില്. ഇപ്പൊ ഇവന്റെ ബ്രോസ്റ്റർ കണ്ട എല്ലാവരും ഓടല. ഇവിടെ ബിഗ് ഫോറിൽ ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കേസ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ബിഗ് ഫോറിൽ തന്നെ കയറണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നല്ല റോൾസ് ഒക്കെ കിട്ടിയാൽ പോവുക, എന്നിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ആക്കുക. കയറണ്ട, ട്രൈ ചെയ്യണ്ടെന്നല്ല പറയുന്നത്. കുറച്ച് ട്രൈ ചെയ്യുക, കിട്ടുന്നില്ലെങ്കിൽ വേറൊരു നല്ല കമ്പനി ഉണ്ട്. നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ഏറെക്കുറെ വേറെ കമ്പനീസ് ഉണ്ടാവും, ദുബൈയിലൊക്കെ ഉണ്ടാവും. പക്ഷെ ബിഗ് ഫോറിൽ തന്നെ കയറണം എന്ന് വിചാരിച്ചിട്ട് വാശി പിടിക്കരുത്. കിട്ടുന്ന കമ്പനി കയറുക, എക്സ്പീരിയൻസ് ആക്കുക, എന്നിട്ട് പിന്നെ അവിടുന്ന് മാറാൻ നോക്കുക. ഓക്കെ. അതിന്റെ ഉള്ളിലെ സോഫ്റ്റ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഒരിക്കലും ബിഗ് ഫോറിൽ തന്നെ കയറണം എന്ന് പറഞ്ഞിട്ട് വാശിയൊന്നും പിടിക്കരുത്. ബിഗ് ഫോർ അല്ലാതെ നിങ്ങൾക്ക് ബിഗ് 10 എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, ബിഗ് 8 എന്ന് പറഞ്ഞിട്ട്. അതിലും വേറെ കുറെ കമ്പനീസ് ഉണ്ട്. വീഡിയോ ഒക്കെ ആൾക്കാരെ ഇടയ്ക്കിടെ ഇന്റേൺഷിപ്പിലൊക്കെ എടുക്കുന്ന കമ്പനീസാണ്. അതുകൊണ്ട് ഒരിക്കലും ബിഗ് ഫോറിൽ തന്നെ കയറണം എന്ന് പറഞ്ഞിട്ട് ആരും വാശി പിടിക്കരുത് കേട്ടാ. അങ്ങനത്തെ ആൾക്കാരാണ് അൺഎംപ്ലോയിഡ് ആയിട്ട് കിടക്കുക. അൺഎംപ്ലോയിഡ് ആയിട്ട് കിടക്കുമ്പം നിങ്ങൾ ACCയുടെ ഗ്രൂപ്പിലുണ്ടോ? മറ്റേ തിങ്ക് ഹെഡിലുണ്ടോ രണ്ടാളും? അപ്പം ബിഗ് ഫോറിലുള്ള അങ്ങനെ ബിഗ് 5 മാറിയിട്ടാണ് എന്തായി മാറിയത്? ബിഗ് 4 ആയി മാറിയത്. ഈ ഒരു ആർത്തർ ആൻഡർസനെ പിടിച്ചതിന് ശേഷമാണ് എന്തായത്? ബിഗ് 4 ആയിട്ട് മാറിയത്. ഓക്കെ. ഇനി ഇവിടെ ഒരു കീ വിസിൽ ബ്ലോവർ ഉണ്ടായിരുന്നു. വിസിൽ ബ്ലോവർ എന്ന് വെച്ചാൽ അറിയോ? ആരാണോ ഉള്ളിൽ നടക്കുന്നത് പുറത്തേക്ക് പറയുന്നത്? ചാരൻ, നല്ല ചാരൻ. ഓക്കെ. നല്ല ചാരനാണ് വിസിൽ ബ്ലോവർ. അങ്ങനെ ഒരു വിസിൽ ബ്ലോവർ ത്രൂ ആണ് എന്തറിഞ്ഞത്? ഈ എൻറോൺ കമ്പനിയിൽ ഇങ്ങനെയൊക്കെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നും ഈ ഓഡിറ്റേഴ്സ് അവർക്ക് യെസ് നോഡ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞത് ഒരു വിസിൽ ബ്ലോവർ കാരണമാണ്. ഓക്കെ. അപ്പം ഈ എൻറോൺ സ്കാൻഡിൽ എന്ത് ചെയ്തു? വളരെ പബ്ലിസൈസ്ഡ് ആയി, അതായത് എല്ലാവർക്കും അറിഞ്ഞു. ഓക്കെ. അറിഞ്ഞതിന് ശേഷം സംഭവിച്ച ഒരു ബാക്ക് ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ACCAയുടെ മുകളില് ആൾക്കാരുടെ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരുന്നു. ഓക്കെ. അപ്പം ഇത്രയും വലിയൊരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. നോർമലി അതാണ്. അപ്പം എപ്പോഴും അവിടത്തേക്കാണ് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുക, ACCAയുടെ പ്രൊഫഷണൽ ബോഡിയിലേക്കാണ് അല്ലേ? സോ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദിസ് ഇവന്റ് എന്ത് ചെയ്തു? ACCA അവരുടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സ്ട്രിക്റ്റ് ആക്കി. ആ സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ACCA ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 ഇനീഷ്യേറ്റീവ്സ് ആണ് ഇത്. ഓക്കെ. ജസ്റ്റ് ഒരു OTQ ആയിട്ട് വരാം, അല്ലാതെ നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ചാൻസ് ഇല്ല. ഓക്കെ. നിങ്ങൾക്ക് ഡയറക്റ്റ് തിയറി എപ്പോഴും ഏറെക്കുറെ OTQs ആയിട്ടാണ് ഉണ്ടാവുക. ഇനി ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരിക്കലും OTQs ഫുള്ളും കിട്ടണം എന്നുള്ള ലെവലിൽ ഒരിക്കലും അറ്റൻഡ് ചെയ്യരുത്. ബാക്കിയുള്ള സബ്ജക്ട് പോലെയല്ല. ബാക്കിയുള്ള സബ്ജക്ട് നമുക്ക് OTQs എന്തായാലും ചിലപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ AA-യിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4 ഒരുപോലെ ഉണ്ടാവും. അപ്പൊ ഏറെക്കുറെ ടൈം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കരുത്. അത് ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നതാണ്. ഈവൻ ഞാൻ മൈസെൽഫ് ഐ ഹാഡ് എ തിങ് ലൈക്ക് എന്താണ് കറക്റ്റ് കിട്ടാതെ മുമ്പോട്ട് പോകില്ല എന്നൊക്കെ പണ്ട് ACCA തുടങ്ങുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറിയിട്ടാ. പൊട്ടാൻ തുടങ്ങിയപ്പോ എല്ലാം മാറി. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു ആൻസർ കറക്റ്റ് കിട്ടിയിട്ടേ നിങ്ങൾ നെക്സ്റ്റിലോട്ട് പോകുന്നുള്ള മൈൻഡ് സെറ്റ് വെക്കരുത്. 1.8 മിനിറ്റ്സ് മാക്സിമം ഒരു ക്വസ്റ്റ്യൻ OTQs കേസിൽ. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ ചെലവാക്കരുത്. ക്ലിയർ? അപ്പം ഈ 3 ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരാൻ കാരണം എൻറോൺ സ്കാൻഡലായിരുന്നു. അപ്പൊ ഇനീഷ്യേറ്റീവ്സ് എന്താ നോക്കാം. ഹാർമനൈസേഷൻ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, അതായത് എല്ലാ ആൾക്കാർക്കും സെയിം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാം, ആർക്കും സ്പെഷ്യാലിറ്റി ഇല്ല. രണ്ടാമത്തത് ഓഡിറ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. സോ ഓഡിറ്റ് ചെയ്തതിന് ശേഷം ആ ഓഡിറ്റ് മെജർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഒരു ഓഡിറ്റിനെ വിലയിരുത്തുക. മൂന്നാമത്തത് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് വളരെ സ്ട്രിക്റ്റ് ആക്കി.
പെനാൽറ്റി, എക്സ്പൾഷൻ, ഇതൊക്കെ വന്നിട്ടുള്ള എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് റെഗുലേറ്ററി എൻവയൺമെന്റ് ആണ്. ഓക്കെ, റെഗുലേറ്ററി എൻവയൺമെന്റിൽ ഫസ്റ്റ് വണ് വരുന്നത് നാഷണൽ കോർപ്പറേറ്റ് ലോ ആണ്. കമ്പനീസ് ആക്ട് പ്രകാരം, UK കമ്പനി ആക്ട്സ് പ്രകാരം, പിന്നെ സാർബൈൻസ് ഓക്സ്ലി ആക്ട്, ഇതൊക്കെ നിങ്ങൾ FAയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. BTയിൽ കേട്ടിട്ടുണ്ടാവും, FAയിൽ കേട്ടിട്ടുണ്ടാവും. അറിയോ? ഇതിൽ ആരാടാ എക്സംഷൻ? രണ്ടാളുടെ എക്സംഷൻ ആണോ? BTയിൽ ഈ രണ്ട് സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, FAയിൽ ഈ രണ്ട് സാധനം കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലേ? ഞാൻ കുറച്ച് അറിയില്ല. ശരി. ഓക്കെ, അപ്പൊ കമ്പനീസ് ആക്ട് 2006, അതേപോലെ സാർബൈൻസ് ഓക്സ്ലി ആക്ട്, ഇതാണ് രണ്ട് കോമൺ കോർപ്പറേറ്റ് ലോസ് UK ഫോളോ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ റെഗുലേറ്ററി എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങൾ FR പഠിച്ച FR ഒക്കെ പഠിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുക റൂൾസ് ഉണ്ട്, IFRS പ്രകാരമാണ് അല്ലെ. IFRS എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ആണ്. സോ സെയിം വേ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിനാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് കോഡ് ഓഫ് എത്തിക്സ് ആണ്. എത്തിക്സ് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്ന ആ ഒരു റെഗുലേറ്ററി എൻവയൺമെന്റ് ആണ് കോഡ് ഓഫ് എത്തിക്സ്. ക്ലിയർ അല്ലേ? ഇനി ആർക്കാണ് ഓഡിറ്റ് വേണ്ടത്? ഒന്ന്, നമ്മൾക്ക് കമ്പൽസറി ബൈ ലോ ഓഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, രണ്ടാമത്തെ ആൾക്കാർ UK എല്ലാ കമ്പനീസും എക്സെപ്റ്റ് സ്മോൾ കമ്പനീസ് എന്ത് ചെയ്യണം? ഓഡിറ്റ് ചെയ്യണം ഇഫ് ദേ meet the 2 or 3 criteria below. ആ 2 or 3 criteria എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, അവരുടെ ടേൺ ഓവർ ലെസ് ദാൻ 10.2 million ആണെങ്കിൽ അവർ SME ആണ്. SME എന്ന് വെച്ചാൽ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റിറ്റീസ്. അറിയില്ലേ? നിങ്ങൾ ഇപ്പൊ FRൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിലബസ് ആണ് SME കുറിച്ച് പഠിക്കാൻ. പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇപ്പൊ FR ചെയ്ത നിങ്ങൾ രണ്ടാളും? ഹമീസോ? FR എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സെഷൻ ചെയ്ത ആൾക്കാർക്ക് SME അറിയുണ്ടാവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, SME കൊണ്ട് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, സ്മോൾ സ്കെയിൽ കമ്പനീസ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ബിസിനസ്സസ്, അവരെയാണ് SME എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ടേൺ ഓവർ ലെസ് ദാൻ 10.2 million ആണെങ്കിൽ നിങ്ങൾ SME ആണ്, നിങ്ങൾക്ക് ഓഡിറ്റ് നിർബന്ധമില്ല. നിങ്ങളുടെ ഗ്രോസ് അസറ്റ്സ് 5.1 million ആണെങ്കിൽ നിങ്ങൾ ലെസ് ദാൻ 5.1 million ആണെങ്കിൽ നിങ്ങൾ SME ആണ്, നിങ്ങൾക്ക് ഓഡിറ്റിംഗ് നിർബന്ധമില്ല. അതേപോലെ നിങ്ങളുടെ കമ്പനിയിൽ ലെസ് ദാൻ 50 employees ആണ് ഉള്ളൂ എങ്കിൽ നിങ്ങൾ SME ആണ്, നിങ്ങൾക്ക് എന്ത് വേണ്ട? ഓഡിറ്റ് വേണ്ട. ക്ലിയർ അല്ലേ? കമ്പൽസറി ബൈ ലോ അല്ല. അപ്പൊ ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ബൈ ലോ നിങ്ങൾ എന്തായാലും ഓഡിറ്റ് ചെയ്യണം എന്നായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, പക്ഷേ സർട്ടൻ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മളിപ്പം ബാങ്കിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ, നമ്മളെ കമ്പനി സ്മോൾ ആയാലും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓഡിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ നിങ്ങൾക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നറിയോ? രണ്ടാക്കും ഈ സാധനം അറിയില്ലേ? നമ്മളെ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയും വെക്കുകയും, ഷെയർസ് മാത്രമല്ല ഡിബെഞ്ചേഴ്സ്, അങ്ങനത്തെ എല്ലാ കമ്പനീസും വാങ്ങിയും വെക്കുന്ന, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ക്ലിയർ? ഓക്കെ, അപ്പൊ അവിടെ നമ്മളുടെ കമ്പനി രജിസ്റ്റേർഡ് ആണെങ്കിൽ നമ്മൾ എന്തായാലും ഓഡിറ്റ് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലെ? കോട്ടഡ് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിക്കാണ് കോട്ടഡ് കമ്പനി എന്ന് പറയുന്നത്. അവിടെ പേരുള്ള, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചേർന്ന കമ്പനീസ് ആണ് കോട്ടഡ് കമ്പനീസ് അല്ലെ. അപ്പൊ കോട്ടഡ് കമ്പനീസിന് ഓഡിറ്റ് എന്താണ്? നിർബന്ധമാണ്. അപ്പൊ നമ്മൾ SME ആയ കൂടി ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഉള്ളെങ്കിൽ നമുക്ക് എന്താണ്? എപ്പോഴും ഓഡിറ്റിങ് നിർബന്ധമാണ്. ക്ലിയർ അല്ലേ? ഇനി റീസൺസ് ഫോർ എക്സെംപ്റ്റിംഗ് സ്മോൾ കമ്പനീസ് ഫ്രം ഓഡിറ്റ് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഓണേഴ്സും സെയിം ആണ്, മാനേജേഴ്സും സെയിം ആണ് അല്ലെ. ശരിക്കും നമ്മൾ ഓഡിറ്റർ എന്തിനാണ് ഏൽപ്പിക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിന് പകരം ഡയറക്ടേഴ്സ് കമ്പനി മാനേജ് ചെയ്യുന്നു. ആ മാനേജ് ചെയ്യുന്നത് റൈറ്റ് ആണ് എന്നുള്ളത് അഷുറൻസ് കൊടുക്കുന്നതാണ് ഓഡിറ്റേഴ്സ്. ഇതായിരിക്കും കൊടുക്കുക? ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കുക അല്ലെ. അപ്പൊ ഇവിടെ ഓണേഴ്സും മാനേജേഴ്സും ഒക്കെ സെയിം ആണെങ്കിൽ അവിടെ ആ ഒരു ഇഷ്യൂ വരുന്നില്ലല്ലോ അല്ലെ. സെക്കൻഡ് വൺ എന്താണ്? നമുക്ക് എന്താണ് പിന്നെ ഓഡിറ്റേഴ്സിന് കമ്പനിയുടെ അക്കൗണ്ടിങ് സിസ്റ്റം, ടാക്സ് സിസ്റ്റം, ഇതിനൊക്കെ അഡ്വൈസ് കൊടുക്കാനുള്ള ആ ഒരു സ്കോപ്പും കൂടി ഉണ്ട് അല്ലെ. പക്ഷേ സ്മോൾ സ്കെയിൽ എൻറ്റിറ്റീസിന് ആ ഒരു സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പം വലിയ പൈസ കൊടുത്തിട്ട് ആരും എന്ത് ചെയ്യത്തില്ല? ഒരു ഓഡിറ്ററെ കൊണ്ടുവന്നിട്ട്, അതാണ് ഫോർത്ത് പറയുന്നത്, ഒരു ഓഡിറ്ററെ കൊണ്ടുവന്നിട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ചെയ്യത്തില്ല. ഓക്കെ അല്ലെ. മൂന്നാമത്തത് എന്താണ്? നമ്മളുടെ സ്മോൾ കമ്പനിയിലുള്ള
അക്കൗണ്ടിങ് റെക്കോർഡ്സ്, അതായത് റെക്കോർഡ്സ് ഒക്കെ നോക്കുന്നത് റിലേറ്റീവ്ലി വെരി സ്മോൾ ആയിരിക്കും ആസ് കൺസിഡേർഡ് ടു എ ബിഗ് ഫേം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി ആർക്കാണ് ഓഡിറ്റർ ആവാൻ പറ്റുക എന്നുള്ളതാ പറയാൻ പോകുന്നത്. RSB എന്ന് പറഞ്ഞിട്ട് ഒരു ബോഡി ഉണ്ട്, അതായത് റെക്കഗ്നൈസ്ഡ് സൂപ്പർവൈസറി ബോഡി അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ക്വാളിഫയിങ് ബോഡി. അപ്പൊ RSB, RQB ഈ പറയുന്ന രണ്ട് ബോഡിയിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏത് പ്രൊഫഷണൽ അസോസിയേഷനിലുള്ള ആൾക്കും എന്താവാം? ഓഡിറ്റർ ആവാം, സച്ച് ആസ് ACCA. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി RQB ആണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് വർക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു റെക്കഗ്നിഷനും ക്വാളിഫിക്കേഷനും കൊടുക്കുന്നത് RQB ആണ്. ഇനി RSB അതായത് സൂപ്പർവൈസറി ബോഡിയാണ് എന്ത് ചെയ്യാം? ഓത്തറൈസ് ചെയ്യാം മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. അതായത് കമ്പനി അക്കൗണ്ട്സിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ ഓഡിറ്റിംഗ് ചെയ്തു എന്നുള്ള ആ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു അതോറിറ്റി കൊടുക്കുന്നത് ആരാണ്? RSB ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിന് പുറമെ ഏതെങ്കിലും ഒരാള് RSB RQBന്റെ കീഴില് എന്താണ് ഓഡിറ്റർ ആവാം, പക്ഷെ കമ്പനി ആയിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തുകൂടാ? ആ കമ്പനിയുടെ ഓഡിറ്റ് എടുത്തുകൂടാ. കാരണം ഓഡിറ്റ് എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിരിക്കണം. എടാ അവിടെ ജീവനോട് ഇല്ലെങ്കിൽ രണ്ടാളും ഉറങ്ങരുതേ, ഉറങ്ങിയ പോയേ, തിയറി പോയ ബാക്കിയും പോയേ. അഞ്ചാമത്തത് ലാസ്റ്റ് വൺ, ഓഡിറ്റർ എപ്പോഴും എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതായത് അയാൾ ആരും ഇൻഫ്ലുവൻസ് ആയിക്കരുത്, അവരെ ആരും ബ്ലാക്ക് മെയിൽ ചെയ്യരുത് അല്ലെ? അപ്പൊ ഇതൊക്കെ എന്തായിരിക്കണം? അയാൾ ഇതിലൊക്കെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അതായത് ഒരാൾക്കും അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരു റിസൾട്ട് പുറത്ത് വരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. അതേപോലെ അയാൾക്ക് അയാളുടേതായ ഒപ്പീനിയൻസ് ഉണ്ടാവണം. അയാൾ ബയസ്ഡ് ആയിരിക്കരുത്, പാർഷ്യാലിറ്റി കാണിക്കരുത്. അപ്പൊ ഇതൊക്കെ ആയിരിക്കണം ഒരു ഓഡിറ്ററുടെ ക്വാളിറ്റീസ്. ക്ലിയർ അല്ലേ? ഇനി ആർക്കാണ് ഓഡിറ്റർ ആവാൻ പറ്റാത്തത്? ഒരു ഓഡിറ്റർ ആ ഒരു കമ്പനിയുടെ എംപ്ലോയി ആണെങ്കിൽ ആ കമ്പനീനെ അയാൾക്ക് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് വൺ, അയാള് കമ്പനിയുടെ എന്താണ് ഡയറക്ടർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിലും അയാൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ബിസിനസ് പാർട്ട്നേഴ്സോ എംപ്ലോയീസോ ആണ് ഈ രണ്ടിന്റെയും, അങ്ങനെയാണെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇയാൾക്ക് പേഴ്സണൽ കണക്ഷൻ വിത്ത് ദ കമ്പനി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് വൺ എന്താണ്? കോഡ് ഓഫ് എത്തിക്സ് വയലേറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ അയാളും എന്ത് ചെയ്യരുത്? ഓഡിറ്റിംഗ് ചെയ്യരുത്. ഓക്കെ അല്ലേ? കോഡ് ഓഫ് എത്തിക്സ് എന്താന്നുള്ളത് നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കും. ഓക്കെ അല്ലേ? ഇനി ഹൂ അപ്പോയിന്റ്സ് ദി ഓഡിറ്റർ? സോ ബേസിക്കലി ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ പോലെ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ. ഇനിയിപ്പോ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാഷ്വൽ കോളേഴ്സ് എന്നുള്ള ഇല്ല, അല്ലെങ്കിൽ കാഷ്വൽ വേക്കൻസി എന്തായാലും ഫില്ല് ചെയ്ത് വെക്കണം. അതായത് ഇപ്പൊ ഒരു കമ്പനി ഉണ്ട്, പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്തില്ല? ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഡയറക്ടേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് പകരം കമ്പനിയിൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? എന്തായാലും ഭാവിയിൽ ആ ചെയ്ത ഓഡിറ്റർ, അതായത് ആരെയാണോ ഓഡിറ്റിംഗിൽ വെച്ചിട്ടുള്ളത്, ഫൈനൽ വേർഡിങ് കൊടുക്കുക ഷെയർ ഹോൾഡേഴ്സ് ആണ്. പക്ഷെ ഇഫ് ഇൻ കേസ് ദി ഷെയർ ഹോൾഡേഴ്സ് ഹാവൻ ബിൻ ആക്റ്റീവ് ഇൻ അപ്പോയിന്റിംഗ് ഓഡിറ്റേഴ്സ്, ആര് ചെയ്യും? ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? തേർഡ് വൺ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇനിയിപ്പം ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്തില്ല, ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്തില്ല, പക്ഷെ ഈ കമ്പനി കോട്ടഡ് കമ്പനിയോ ആണ്, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഒരു ഓഡിറ്ററെ നിയമിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അണ്ടർസ്റ്റുഡ്? ജസ്റ്റ് മൊമെന്റ്. ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ പോയിപ്പിക്കാണേ, എന്റെ മറ്റേ ഫോണിലെ ചാർജും കൂടി പോകും. ഓക്കെ. ഇനി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുക? ഇവര് രണ്ടാളും അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്യും. കാരണം എന്താ? ഓഡിറ്റിംഗ് നിർബന്ധമാണ്. ഇനി ഓഡിറ്റേഴ്സിന്റെ നിയമിക്കുന്നത് എന്നുള്ളത് AGM-ലാണ് തീരുമാനിക്കുക. AGM എന്താണെന്നറിയോ? ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇത് നിങ്ങൾ BT-ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് ഒരു ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്ത് അതെല്ലാവരുടെയും യെസ് ഒക്കെ കിട്ടിയതിന് ശേഷം അയാളെ ഒഫീഷ്യലി ഓഡിറ്റർ ആക്കുക. ഓക്കെ. ഇനി ഓഡിറ്റേഴ്സ് ഈ കമ്പനിയിൽ തന്നെ ഓഡിറ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി, ആസ് ഫാർ as they are not removed from being an auditor to that company. ക്ലിയർ? പബ്ലിക് കമ്പനീന്റെ കേസിൽ ആനുവൽ ജനറൽ മീറ്റിംഗിൽ തീരുമാനിക്കും ഈ ഓഡിറ്റർ വെച്ചിട്ട് തന്നെയാണോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, അല്ല വേറെ ഒരാളെ മാറ്റണോ, അങ്ങനെയൊക്കെ തീരുമാനിക്കും. പക്ഷെ പ്രൈവറ്റ് കമ്പനീസിന്റെ കേസിലാണെങ്കിൽ അവർ റിമൂവ് ചെയ്യപ്പെടുന്നവരേക്കും അവർ തന്നെയായിരിക്കും അവിടുത്തെ ഓഡിറ്റർ. ക്ലിയർ അല്ലേ?
ഓക്കെ. ഇനി എപ്പോഴൊക്കെയാണ് ഷെയർ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്നുള്ളതാ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ സംഭവം ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് ഫസ്റ്റത്തെ ഓഡിറ്ററെ ആരാണ്? ഡയറക്ടേഴ്സ് ആണ് എടുക്കുക. ഓക്കെ. അപ്പം ഡയറക്ടേഴ്സ് എടുക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ. AGM ഒരു ഫിക്സ്ഡ് ടൈമിനാണ് ഉണ്ടാവുക. എല്ലാ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുമ്പം എല്ലാ ഇയർ ഉണ്ട്. അതായത് FS ഒക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിവിഡൻഡ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയം അങ്ങനെയൊക്കെയാണ് AGM നമ്മൾ വെക്കുക. അപ്പൊ സപ്പോസ് നമ്മൾക്ക് മിഡിൽ ഓഫ് ദി ഇയർ ഒരു ഓഡിറ്റർ വേണമെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും AGM വെക്കാൻ പറ്റത്തില്ല, കാരണം അതിനൊരു ഡേറ്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന് പകരം ഡയറക്ടേഴ്സ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? പക്ഷെ ഓഫ് കോഴ്സ് ഈ ഒരു സംഭവം എന്തായാലും പുട്ട് ഡിസ്കഷൻ ആയിരിക്കും. ഒരു മീറ്റിംഗ് വെച്ച് ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തത് കാഷ്വൽ വേക്കൻസി ആണ്. അപ്പൊ സപ്പോസ് പെട്ടെന്ന് കറണ്ട് ഓഡിറ്റർ റിസൈൻ ചെയ്യുവാണ്, നമുക്ക് എന്ത് വേണം? പുതിയൊരു ഓഡിറ്റർ വേണം. അപ്പൊ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് തീരുമാനിച്ചിട്ടൊന്നും എടുക്കാനുള്ള ടൈമൊന്നും ഇല്ല. കാരണം എപ്പോഴും ഓഡിറ്ററുടെ വേക്കൻസി ഫിൽഡ് ആയിരിക്കണം ഇൻ കേസ് ഓഫ് ഓൾ ദ കമ്പനി ഹു റിക്വയർസ് ഓഡിറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ഓഡിറ്ററെ പിടിച്ചിട്ടിടും. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ എന്താണ്? നോർമൽ റീ അപ്പോയിന്റ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് എതിർപ്പൊന്നും ഇല്ല. ഈ ഒരു കമ്പനിയിൽ ഈ ഒരു ഓഡിറ്റർ കുറെ കൊല്ലമായിട്ട് ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റീ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അയാളെ തന്നെ അപ്പോയിന്റ് ചെയ്യും, റീ അപ്പോയിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ AGM ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്ത് ചെയ്യുക? അപ്രൂവൽ കൊടുക്കുക. രണ്ടാമത്തേത് ഡയറക്ടേഴ്സ് കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഡയറക്ടേഴ്സ് ചെയ്യും ഓൺ ബിഹാഫ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ. എന്നിട്ട് അതിനെ സംസാരിക്കും, AGM സംസാരിക്കും. മൂന്നാമത്തത് ചിലപ്പം ഇവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ് ഓഡിറ്ററിനെ നിയമിക്കും. ക്ലിയർ അല്ലേ? ഇനി ഓഡിറ്ററുടെ റോള് നെക്സ്റ്റ് AGM മീറ്റിംഗ് വരെ AGM വരേക്കും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് he is going to continue being an auditor until he is removed. ക്ലിയർ അല്ലേ? ഇനി ഓഡിറ്ററുടെ റിമൂവല് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റത്തില്ല. അതിനും എന്തുണ്ട്? സർട്ടൻ സ്റ്റെപ്സും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഓർഡിനറി റിസൊല്യൂഷൻ ഇൻ എ ജനറൽ മീറ്റിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഇതിനായിട്ട് ഒരു ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് 50% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ആ ഓഡിറ്ററിനെ നമ്മൾ റിമൂവ് ചെയ്യത്തുള്ളൂ. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് നമ്മൾ എന്ത് ചെയ്യും? ഈ ജനറൽ മീറ്റിംഗിന്റെ സ്പെഷ്യൽ നോട്ടീസ് നമ്മൾ പബ്ലിഷ് ചെയ്യും പ്രയർ ടു 28 days ഇൻ ദ മീറ്റിംഗ്. ക്ലിയർ അല്ലേ? അതായത് മീറ്റിംഗ് തുടങ്ങുന്നതിന്റെ 28 days മുന്നേ നോട്ടീസ് അടിക്കണം. ഓക്കെ. മൂന്നാമത്തത് ഓഡിറ്ററിന് എന്ത് ചെയ്യാം? ഒരു ഓഡിറ്ററിനെ എല്ലാരും കൂടി റിമൂവ് ചെയ്യാണ്. അപ്പൊ ഓഡിറ്ററിന് എന്തായാലും അവരുടെ പാർട്ട് ക്ലിയർ ചെയ്യണല്ലോ. അവരുടെ പാർട്ട് ക്ലിയർ ചെയ്യുന്നതിന്റെ ആ ഒരു വേർഡാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സർക്കംസ്റ്റാൻസസ്. ക്ലിയർ? അപ്പൊ ഓഡിറ്ററിന് അവിടെ വേറൊരു കേസ് ഉണ്ടേ. നമ്മള് AA പഠിക്കുന്ന ഒക്കെ സ്റ്റാൻഡേർഡ്സാ. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്ത് വേണ്ട? അതിന്റെ പേരും നമ്പറൊന്നും വേണ്ട. അണ്ടർസ്റ്റുഡ്? ഓക്കെ. പഠിക്കുന്ന ഒക്കെ സ്റ്റാൻഡേർഡ്സ് ആണ്, പഠിക്കുന്ന അത്രയും സ്റ്റാൻഡേർഡ്സ് ആണ്. പക്ഷെ അതിന്റെ പേരും നമ്പറൊന്നും വേണ്ട. ഇതൊക്കെ സ്റ്റാൻഡേർഡാണ്. അപ്പൊ തേർഡ് വൺ പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഓഡിറ്റേഴ്സിന് അവരുടേതായ ഒരു റൈറ്റ് ഉണ്ട് ടു ബി ഹേർഡ്. ആ റൈറ്റിനാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് സർക്കംസ്റ്റാൻസ് എന്ത് ചെയ്യണം? എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും നമ്മൾ സർക്കുലേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഓഡിറ്ററിന് എന്ത് ചെയ്യാം? ആ GM അതായത് ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഓഡിറ്ററിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് അധികാരം കൊടുക്കാം. ക്ലിയർ അല്ലേ? ഇനി ഫിഫ്ത് വൺ എന്താണ്? ഈ ഒരു റിസൊല്യൂഷൻ കമ്പനി രജിസ്ട്രാറുടെ കയ്യിൽ വിത്തിൻ 14 days എത്തിക്കണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പൊ ഓഡിറ്റർ ഒഫീഷ്യലി എങ്ങനെ റിമൂവ്ഡ് ആവുന്നത്? മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ദി ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ്, ദാറ്റ് ഇസ് ദ ജനറൽ മീറ്റിംഗ്, യെസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് അയാളെ അവിടുന്ന് പോയിപ്പിക്കാം. ക്ലിയർ അല്ലേ? പക്ഷെ എപ്പോഴും ഒരു നോട്ടീസ് പീരീഡ് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? അയാൾ റിമൂവ് ആവത്തുള്ളൂ. ഇനി ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം? സ്വന്തം റിസൈൻ ചെയ്യാം. പക്ഷെ റിസൈൻ ചെയ്യുന്നതിന് മുന്നേ അതിന്റെ റീസണും കാര്യങ്ങളൊക്കെ ഔട്ട്ലൈൻ ചെയ്തിട്ട് ഒരു സർക്കംസ്റ്റാൻസ് ഓഫ് ദർ റെസിഗ്നേഷൻ പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ ഡിസ്കഷൻ അടുത്തതാണ് റിസൈനിങ് ആസ് എൻ ഓഡിറ്റർ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. അപ്പം ഓഡിറ്ററും മാനേജ്മെന്റും തമ്മിൽ തീരെ ഒക്കുന്നില്ല, വല്ലാണ്ട് അങ്ങ് കോൺഫ്ലിക്ട്സ് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഓഡിറ്ററിന് എന്ത് ചെയ്യാം? റിസൈൻ ചെയ്യാം.
ആ റിസൈൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് 3 റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സർക്കംസ്റ്റാൻസ് ഡെപ്പോസിറ്റ് ചെയ്യണം. അയാൾ എന്തുകൊണ്ടാണ് റിമൂവ് ആവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത് സർക്കംസ്റ്റാൻസ് ഒന്നും ഇല്ലെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യുക. അതായത് എനിക്ക് വലിയ പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നും ഇല്ല, പക്ഷെ ഐ വുഡ് ലൈക്ക് ടു റിസൈൻ. ഓക്കെ, അപ്പൊ ഇഷ്യൂ ഇല്ലെങ്കിൽ ഇഷ്യൂ ഇല്ലാത്തത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാം. മൂന്നാമത്തത് പ്രോംപ്റ്റ്ലി എന്ത് ചെയ്യുക, പുതിയ ഓഡിറ്റർ എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്താണ്? നോട്ടിഫൈങ് ACCA ആണ്. അപ്പൊ ഓഡിറ്റർ റിസൈൻ ചെയ്യുവാണ്, റിമൂവ് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓഫീസിന്ന് റിസൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം? ഓഡിറ്റർ ACCA നോട്ടിഫൈ ചെയ്യണം. ഇത്രയും ക്ലിയർ അല്ലേ? Okay. Do you guys need a minute to revise everything until now? വേണോ? ഉറങ്ങരുത്. വേണോടോ? വേണ്ട. ഓക്കെ. ഇനി അടുത്തത് ഓഡിറ്റേഴ്സ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. ഓഡിറ്ററിന്റെ റൈറ്റ് എന്താണ്, ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളതാ പറയാൻ പോകുന്നത്. റൈറ്റ്സ് ഡ്യൂറിങ് അപ്പോയിന്റ്മെന്റ് ആസ് എ ഓഡിറ്റർ, അതായത് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് റൈറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അയാൾക്ക് കമ്പനിയുടെ ഏത് ബുക്കും റെക്കോർഡ്സും റെഡിലി അവൈലബിൾ ആയിട്ട് എപ്പം ചോദിച്ചാലും കിട്ടണം. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വരുന്നത്. അപ്പൊ അതില് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത്, എന്ത് ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും എന്തൊക്കെയാണോ അയാൾക്ക് ആവശ്യമുള്ളത് അത് കിട്ടിയിരിക്കണം. രണ്ടാമത്തത്, എന്തെങ്കിലും കമ്പനിയിൽ മീറ്റിങ്ങോ കാര്യങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നോട്ടീസ് കിട്ടിയിരിക്കണം. അത് അറ്റൻഡും ചെയ്യാനുള്ള എന്താണ് വഴികളൊക്കെ ഒരുക്കി കൊടുക്കണം. മൂന്നാമത്തത്, ഈ മീറ്റിംഗ്സിന്റെ കാര്യങ്ങള് ആരോട് പറഞ്ഞു കൊടുക്കണം? ഓഡിറ്ററോട് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് ഈ മീറ്റിംഗിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലെ? നാലാമത്തത്, എന്തെങ്കിലും കമ്പനിയുടെ റിട്ടേൺ റെസൊല്യൂഷൻ ഉണ്ട്, ഒരു മീറ്റിംഗിന്റെ ഔട്ട്കം ആയിട്ട് എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് കോപ്പീസിൽ ആർക്ക് കൊടുക്കണം? ഓഡിറ്ററിന് കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ളതാ. ഇനി റെസിഗ്നേഷന്റെ ടൈം എന്തൊക്കെയാണെന്നുള്ളതാ പറയാൻ പോകുന്നത്. അപ്പം റെസിഗ്നേഷന്റെ ടൈം ഇയാൾക്ക് എന്ത് ചെയ്യാം? ഒരു ജനറൽ മീറ്റിംഗ് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഹി ക്യാൻ എക്സ്പ്ലെയിൻ ഹിസ് സർക്കംസ്റ്റാൻസസ്. രണ്ടാമത്തത്, ഇയാൾക്ക് എന്ത് ചെയ്യാം? ഈ സർക്കംസ്റ്റാൻസസ് സർക്കുലേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സർക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നോട്ടീസ് അടിക്കുക എല്ലാവർക്കും. ഓക്കെ അല്ലേ? ഇത് റൈറ്റ്സ് ആണ്. ഇനി ഡ്യൂട്ടീസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം ഒരു ഓഡിറ്ററിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് FSനെ എടുക്കുക, FSനെ നല്ലോണം എന്താണ് ചെക്ക് ചെയ്യുക, അതിന്റെ മുകളിൽ ഒരു ഒപ്പീനിയൻ കൊടുക്കുക. ദാറ്റ് ദിസ് പെർട്ടിക്കുലർ FS is being prepared according to the IAS and IFRS. ഇത് ട്രൂ ആൻഡ് ഫെയർ റെപ്രസെന്റേഷൻ ആണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കലാണ് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി. ഇത്രയും ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി റെഗുലേറ്ററി ബോഡീസ് ആണ്. നമ്മള് സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്ന സമയത്ത്, IFRS പഠിക്കുന്ന സമയത്ത് ഇതേ സാധനം പഠിച്ചിട്ടുണ്ട്. ആ സെയിം സാധനം തന്നെ, പക്ഷെ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ ബോഡീസും കൂടി അതിന്റെ കൂടെ ഉണ്ടാവും. അതും പഠിക്കും, ഇതും പഠിക്കും, എല്ലാം പഠിക്കും. ഓക്കെ അല്ലേ? അപ്പൊ IFAC ആണ് ഹെഡിൽ കിടക്കുന്നത്, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ടൻസ്. ഇതിന്റെ താഴെ വരുന്ന എന്താണ് ഒരു സബ്സിഡിയറി ഫൗണ്ടേഷൻസ് ആണ് IESBA കോഡ് ഓഫ് എത്തിക്സും പിന്നെ IASBയും, അതായത് ഇന്റർനാഷണൽ ഓഡിറ്റിംഗ് ആൻഡ് അഷ്വറിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ്. ഇതിന്റെ തന്നെ വേറൊരു സാധനം ഉണ്ട്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. അത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റഡ് ആണ്. അതും നമുക്ക് വേണം. ഓക്കെ, നമുക്ക് രണ്ടും വേണം. അതുകൊണ്ടാണ് AA-ക്ക് FR കൂടെ വേണം. FR-ന്റെ കൂടെ AA ചെയ്യാം. അതേപോലെ തന്നെ FR കഴിഞ്ഞിട്ടും AA ചെയ്യൽ നല്ല ഒരു ഓപ്ഷൻ ആണ്. FR-ഉം AA-യും നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, സോ IASBന്റെ കീഴിൽ ഉണ്ടാവുന്നതാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്, ദാറ്റ് ഇസ് ദ സ്റ്റാൻഡേർഡ്സ്. പിന്നെന്താണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇത് ദ വേ ഓഫ് ഡൂയിങ് ഓഡിറ്റിംഗ് പറഞ്ഞുതരും. ഇത് ദ ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ക്ലിയർ? ഓക്കെ അല്ലേടാ? ഇനി ഇതിന്റെ ഇന്റർനാഷണൽ വേർഷൻ ആണ് ഈ സംഭവം. ഈ സംഭവമൊക്കെ ഇതിന്റെ ഇന്റർനാഷണൽ വേർഷൻ, അതായത് എല്ലാ കൺട്രീസും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി UK-യിലാണെങ്കിൽ UK ബോഡിനെ FRC എന്നാ പറയാം. ഓക്കെ, ഇത് ഇന്റർനാഷണൽ ആണെങ്കിൽ ഇതിന്റെ UK ബോഡിയാണ് ആര്? FRC, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൗൺസിൽ. ക്ലിയർ?
ഇപ്പൊ യു കെയിലുള്ള എല്ലാ പ്രൊഫഷണൽ ബോഡിയും റെഗുലേറ്റ് ചെയ്യുന്നത് FRC ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു IFAC, പക്ഷെ ഓൺ എ നാഷണൽ ലെവൽ. അണ്ടർസ്റ്റുഡ്? നമ്മളുടെ എഫിലിയേഷൻ എങ്ങോട്ടാണ്? യു കെയിലോട്ടാണ് അല്ലെ? അപ്പൊ യു കെയുടെ ഉള്ളിലുള്ള ആ ഒരു ഹെഡിനെയാണ് FRC എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ അല്ലേ? അതിന്റെ കീഴേ ഉള്ളതാണ് ഓഡിറ്റിംഗ് പ്രാക്ടീസ് ബോർഡ്. ദിസ് ഇസ് ദ സെയിം ആസ് IASB. ക്ലിയർ? ഓക്കെ അല്ലേടാ? അണ്ടർസ്റ്റുഡ്? ഓക്കെ. പിന്നെ അതിന്റെ കൂടെ സൈഡ് ലൈൻ ആയിട്ടുള്ളതാണ് ഓഡിറ്റ് ആൻഡ് ആക്ച്വറിയൽ റെഗുലേഷൻ ഡിവിഷൻ, FRCയുടെ ഉള്ളിൽ തന്നെ ഉള്ള ബോഡി. ഓക്കെ അല്ലേ? ആൻഡ് ദിസ് ഇസ് ദ റെഗുലേറ്ററി എൻവയൺമെന്റ് വിച്ച് ആക്ട്സ് ആസ് RSP, ഓക്കെ, സച്ച് ആസ് ACCA. ഇപ്പൊ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് എന്ന് വെച്ചാൽ ആരൊക്കെയാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ആയാലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആയാലും ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആരാണെന്നുള്ളത് പറയാൻ പോകുന്നത്. ഇന്റർനാഷണൽ ലെവലില് IFAC ആണ് ദ ഹോൾ റെസ്പോൺസിബിൾ ബോഡി ഹൂസ് ഗോയിങ് ടു സെറ്റ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയില്ലേ? ഓക്കെ. UK ലെവലിൽ ആരാണ്? FRC ആണ്. ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഇന്റർനാഷണൽ ലെവലില് IAASB ആണ് നോക്കുക, അതായത് ഓഡിറ്റിംഗ് ബോഡി. ക്ലിയർ? UK ലെവലില് APB ആണ് നോക്കുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇതാടാ ഓഡിറ്റിംഗ് പ്രാക്ടീസ് ബോർഡ്, ഇവിടെ ഉണ്ട്, മുകളിലുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ലെവലിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFAC, UK ലെവലിൽ FRC. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ ലെവലിൽ സെറ്റ് ചെയ്യുന്നത് IAASB, പിന്നെ UK ലെവലിൽ APB. അണ്ടർസ്റ്റുഡ്? ജസ്റ്റ് OTQ ആയിട്ട് വരും, വേറെ തിയറി essay ക്വസ്റ്റ്യൻസിലൊന്നും ഉണ്ടാവില്ല, OTQ ആയിട്ട് വരും, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ISA എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, IAASB എന്ത് ചെയ്യും? ഓഡിറ്റിംഗിലുള്ള വേണ്ട കാര്യങ്ങളും സജഷൻസ് ഒക്കെ എടുത്തിട്ട് ഇന്ന ഒരു സ്റ്റാൻഡേർഡ് വേണം എന്നൊക്കെ തീരുമാനിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു കമ്മിറ്റി ഓപ്പൺ ചെയ്യും. ആ കമ്മിറ്റിനെയാണ് പ്രൊജക്ട് ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവരെല്ലാ കാര്യങ്ങളും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി എന്താണ് ഒരുപാട് ഡിസ്കഷൻ ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യും? തീരുമാനിക്കും. ആ തീരുമാനിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും? ഒരു ഡ്രാഫ്റ്റ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആ ഡ്രാഫ്റ്റ് സ്റ്റാൻഡേർഡിനെ കമന്റ് ചെയ്യാൻ വേണ്ടി ഒരു 120 ഡേയ്സും കൊടുക്കും. ഓക്കെ, അതായത് 120 ഡേയ്സ് ടൈം കൊടുക്കും. ഇഫ് യു വാണ്ട് യു ക്യാൻ റിക്വസ്റ്റ് എനി അമെൻമെന്റ് ഓൺ ഇറ്റ്. അങ്ങനെ ആ ഒരു 120 ഡേയ്സ് ഫോർ ഡിസ്കഷൻ അവിടെ കീപ്പ് ചെയ്യും. അതിനുശേഷം കമന്റ്സും കാര്യങ്ങളും അതിൽ വേണ്ട ചേഞ്ചസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് പ്രോജക്ട് ടാസ്ക് അതിനെ നോക്കും. അതാണ് 5th വൺ. നെക്സ്റ്റ് വൺ എന്താണ്? ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു എക്സ്പോഷർ പീരീഡ് കൊടുക്കും, 120 ഡേയ്സ് വീണ്ടും കൊടുക്കും. അതിനുശേഷം എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിന് എന്ത് ചെയ്യും? IASB അപ്രൂവ് ചെയ്ത് പബ്ലിഷ് ചെയ്യും വിത്ത് എ വോട്ടിംഗ് ഓഫ് 2/3 members. ദാറ്റ് മീൻസ് അറ്റ്ലീസ്റ്റ് 12 members അതിന് ഓക്കെ പറയണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഓക്കെ, പറഞ്ഞല്ലേ? ഒരു 5 മിനിറ്റ് കൂൾ ഓഫ് പീരീഡ് വേണം, ഒന്ന് മുകളിലും കഴിച്ചിരുന്നോ? ഓക്കെ, അടുത്തത് റെസിഗ്നേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, റെസിഗ്നേഷൻ എപ്പം വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പക്ഷെ അത് റിട്ടേൺ നോട്ടീസ് അടക്കമായിരിക്കും റെസിഗ്നേഷൻ പോകേണ്ടത്. ഓക്കെ, രണ്ടാമത്തത്, എപ്പോഴാണോ കമ്പനീസിന് ഒരു രജിസ്റ്റേർഡ് ഓഫീസിലേക്ക് ഒരു ഓഡിറ്റർ ഒഫീഷ്യലി റെസിഗ്നേഷൻ ലെറ്റർ അയക്കുന്നത്, ആ ഒരു ഡേറ്റ് വെച്ചിട്ട് ആ റെസിഗ്നേഷൻ എഫക്റ്റീവ് ആവും. ക്ലിയർ അല്ലേ? ഇനി ഈ റെസിഗ്നേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ ഈ ഒരു റെസിഗ്നേഷൻ ലെറ്ററിന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇതിനെ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് SOC എന്ന് പറയാം. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ SOCയും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് റെസിഗ്നേഷൻ ഫുൾഫിൽ ആവുള്ളൂ. നാലാമത്തത്, ഡിറക്ടേഴ്സിന് ഇനി എത്ര ടൈം ഉണ്ട്? 21 ഡേയ്സ് ടൈം ഉണ്ട് ഈ ഒരു റെസിഗ്നേഷൻ ബോർഡ് മീറ്റിംഗിൽ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് 21 ഡേയ്സ് ടൈം ഉണ്ട്. അതിനുള്ളിൽ എന്ത് ചെയ്യണം? GM ഒക്കെ കണ്ടക്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദ നോട്ടീസ് പീരീഡ് ഈസ് ബീങ് ഗിവൻ, അതിനുശേഷം 28 ഡേയ്സിനുള്ളിൽ തന്നെ GM ഒക്കെ വെക്കണം. ക്ലിയർ അല്ലേ? ഇനി 5th വൺ, ഓഡിറ്റർ എന്തിനെ റിക്വസ്റ്റ് ചെയ്യാം? ഇനിയിപ്പം ഡിറക്ടേഴ്സ് ചെയ്തിട്ടില്ലെങ്കിലും ഓഡിറ്ററിന് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്
വെക്കാൻ പറയാനുള്ള അധികാരം ആരുടെ കയ്യിലുണ്ട്? ഓഡിറ്റേഴ്സിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഡയറക്ടേഴ്സ് വെച്ചിട്ടില്ലെങ്കിലും ഓഡിറ്റേഴ്സിന് എന്ത് റിക്വസ്റ്റ് ചെയ്യാം? ഈ ഒരു മീറ്റിംഗ് വെക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി സിക്സ്ത് വൺ എന്താണ്? ഈ ഒരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്യാം? അവരുടെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റൈറ്റും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഒരുപാട് കണ്ടതാണ് SOC അല്ലെ. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് സർക്കംസ്റ്റാൻസസ്? ഫസ്റ്റ് വൺ, ഓഡിറ്ററിന് എന്ത് ചെയ്യാം? SOC പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് കമ്പനിയുടെ രജിസ്ട്രാറിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തത്, കോട്ടഡ് കമ്പനീസ് ആണെങ്കിൽ എന്തൊക്കെയാണോ ആ ഒരു ഓഡിറ്റർ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ അതൊക്കെ SOCയിൽ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി തേർഡ് വണ്ണില് അൺകോട്ടഡ് കമ്പനീസ് ആണ്, ഈ ഒരു സർക്കംസ്റ്റാൻസ് എന്തായാലും വെക്കും. അതിന്റെ കൂടെ സർക്കംസ്റ്റാൻസ് ഒന്നും ഇല്ലെങ്കിൽ അതും സ്റ്റേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി എക്സ്ട്രാ വെക്കും. ക്ലിയർ അല്ലേ? നാലാമത്തത്, ഓഡിറ്റർ റിസൈൻ ചെയ്യുവാണെങ്കിൽ SOC എന്തായാലും റെസിഗ്നേഷൻ ലെറ്ററിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിരിക്കണം. അത് പ്രീവിയസ്ലി പറഞ്ഞതാ. ഇനി ഏകദേശം എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ വരും. ഫിഫ്ത് വൺ, ഓഡിറ്റർ എന്ത് ചെയ്യുന്നില്ല? റീ അപ്പോയിന്റ്മെന്റ് സീക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വിത്തിൻ 14 days എന്ത് ചെയ്യണം? ഓഡിറ്റർ പറഞ്ഞ് അത് കൊടുക്കുകയും ആ ഒരു ഓഡിറ്റർ ഇറങ്ങിയിട്ട് വിത്തിൻ 14 days വേറൊരു ഓഡിറ്ററുടെ കമ്പനി അപ്പോയിന്റ് ചെയ്യുകയും വേണം. അതായത് കാഷ്വൽ വേക്കൻസി എന്തായാലും ഫിൽഡ് ആയിരിക്കണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വേറൊരു കാര്യം പറയുവാണെങ്കിൽ ഈ കമ്പനിയിൽ ഓഡിറ്റർ റിസൈൻ ചെയ്യാൻ വേണ്ടി നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 14 days കമ്പനിക്ക് എന്തുണ്ടാവില്ല? ഓഡിറ്റർ ഉണ്ടാവത്തില്ല. ക്ലിയർ? കാരണം അവരവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ. ഇനി SOC എന്ത് ചെയ്യണം? വിത്തിൻ 14 days ഓഫ് ദ റിസീപ്റ്റ് കമ്പനി എന്ത് ചെയ്യണം? എല്ലാവർക്കും അയക്കണം. ഓക്കെ. ഹൂഎവർ ഈസ് കണക്റ്റഡ് വിത്ത് ദ കമ്പനീസ് FS അവരൊക്കെ അറിഞ്ഞിരിക്കണം ഈ കമ്പനിയിൽ ഇപ്പം ഇങ്ങനെ ഒരു ഓഡിറ്റർ ഇല്ല, അതിന്റെ റീസൺ ഇങ്ങനെയൊക്കെയാണ്, എന്നിട്ട് അവരുടെ SOCയും കൂടി അറ്റാച്ച് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഓഡിറ്റിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയാൻ പോകുന്നത്. സി, ഓഡിറ്റ് ഇസ് ഓഫൻ വ്യൂഡ് ആസ് എ കോൺഫിഡൻസ് തിങ്, റൈറ്റ്? ഒരു കമ്പനി ഓഡിറ്റ് ചെയ്തു, അതിന്റെ FS ഒക്കെ ട്രൂ ആൻഡ് ഫെയർ ആണെങ്കിൽ ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ഇൻസ്റ്റിൽ ചെയ്യുന്ന സാധനമാണ് ഓഡിറ്റിംഗ്, അല്ലെ? അപ്പം ചിലപ്പം ഓഡിറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാം? മിസ്റ്റേക്സ് വരാം, അല്ലെ? എല്ലാ ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുന്നില്ല? ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നില്ല. കാരണം എന്താ? സാമ്പിൾ ആണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഫുള്ളി 100% ആക്യുറേറ്റ് അല്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ചില ബിസിനസ് എന്താവാൻ ചാൻസ് ഉണ്ട്? ക്ലീൻ ചിറ്റ് കൊടുത്ത, അതായത് ക്ലീൻ ചിറ്റ് കൊടുത്ത എല്ലാ ബിസിനസ്സും ചിലപ്പോൾ ഔട്ട് ഓഫ് ബിസിനസ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ ആ കോൺഫിഡൻസ് കിട്ടുന്നതെന്ന് പറയുന്നത് എന്തല്ല? ഒരു 100% റൈറ്റ് അല്ല, അല്ലെ? ചിലപ്പോ നല്ല കമ്പനി FS ഒക്കെ ട്രൂ ആൻഡ് ഫെയർ എന്ന് പറയുന്ന കമ്പനി പിറ്റേത്തെ കൊല്ലം എന്ത് ചെയ്യും? ബാങ്ക്രപ്റ്റ് ആവും, അല്ലെ? അപ്പൊ ഒരിക്കലും ഇതൊരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, പക്ഷെ അഷ്യൂർ ചെയ്യാം ഈ കമ്പനി ഓക്കെ ആണെന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഒപ്പീനിയൻ എപ്പോഴും എവിഡൻസ് ബേസ്ഡ് ആയിരിക്കും. ഇനി ഈ എവിഡൻസ് കൊടുക്കുന്നത് മാനേജ്മെന്റ് ആണ്. അപ്പൊ എപ്പോഴും ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ പോലെ പെർസ്വേസീവ് ആവാൻ ചാൻസ് ഉണ്ട്. അണ്ടർസ്റ്റുഡ്? ഇനി ചില സമയത്ത് കൺട്രോൾസ് ഓർമ്മ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ചാപ്റ്ററിൽ ചെക്ക് പോയിന്റ്സ്, അല്ലെ? അപ്പൊ ചില സമയത്ത് മാനേജ്മെന്റിന് പറഞ്ഞൂടെ എന്താണ്? ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി, കമ്പനിയുടെ റൂൾസ് ഫോളോ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞൂടെ ഒരു മാനേജറിന്, ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്? അപ്പൊ അതാണ് ഈ ലാസ്റ്റ് പോയിന്റ്. മെനി കൺട്രോൾസ് ക്യാൻ ബി ഓവർ റിട്ടൺ ബൈ ദ മാനേജ്മെന്റ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ് ആണ്. എന്തൊക്കെയാണ് ഓഡിറ്റിന്റെ ബെനിഫിറ്റ്സ്? ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? പ്രൊവൈഡഡ് ഇൻഫർമേഷനെ റിലൈ ചെയ്യാം, അത് ശരിയാണെന്ന് വിചാരിക്കാം, അല്ലെ? മാനേജ്മെന്റിന് എന്ത് ചെയ്യാം? അവരുടെ സിസ്റ്റംസ് ഒക്കെ സൗണ്ട് ആണെന്നുള്ളത് റെഫർ ചെയ്യാം. ഇത് പ്രീവിയസ് ചാപ്റ്ററിൽ അതേ സാധനമാണ്. പിന്നെന്ത് ചെയ്യാം? ഫ്രോഡ് ഒക്കെ കമ്മിറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി കുറവായിരിക്കും. പിന്നെന്താണ്? നല്ലൊരു സൗണ്ട് ഓഡിറ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് ഫിനാൻസ് ഒക്കെ ഈസിലി റേസ് ചെയ്യാം, അല്ലെ? പിന്നെ ഓഡിറ്റർ എന്ത് ചെയ്യും? ആ ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ ഡെഫിഷ്യൻസി എന്ത് ചെയ്യും? പുറത്തേക്ക് പറയും, അല്ലെ? അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ്? കമ്പനിയുടെ ബെനിഫിറ്റ്സ് ആണ്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ അല്ലേ? അപ്പം സെക്കൻഡ് ചാപ്റ്റർ ഇസ് ഡൺ. ഇപ്പൊ ഇന്ന് ഇവിടെ നിർത്താണേ.